ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുന്നത്, അതായത് ഇത്രയും കാലം നമ്മൾ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ പ്രാക്ടിക്കലാണ്. അതായത് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ, എൻ്റെയും നിങ്ങളുടെ എല്ലാം കുടുംബ ജീവിതത്തിൽ ഓരോ കുടുംബത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിത സത്യങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും പലരും ജ്യോതിഷത്തെ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം പലരും പറയുന്നു ഞങ്ങൾ ഒരുപാട് പൂജകളൊക്കെ നടത്തി പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടായില്ല. അപ്പോൾ പൂജകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് ആ അസുഖം മാറി പിന്നീട് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴിയിലൂടെ എല്ലാം സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇട്ടിട്ട് പോലും പലരും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ വിറച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനൊരു ബോധവൽക്കരണം വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവതരണം കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ ആരെയും ചൂഷണം ചെയ്യാനോ പറ്റിക്കാനോ വേണ്ടിയിട്ടല്ല. നമുക്ക് യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്നാൽ എന്താണ്, അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു യഥാർത്ഥ ജീവിത അവതരണം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഗ്രീഷ്മ. ഞാൻ പത്തനംതിട്ട റാന്നിയിൽ വരുന്നു. ഞാൻ BSc സ്റ്റുഡൻ്റാണ്. ഹലോ സർ, ഞാനത് ഹോസ്പിറ്റലിൽ ആഡ് കണ്ടിട്ട് വിളിക്കുമായിരുന്നു. ഓക്കെ സർ, ഞാൻ BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. സാർ എൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ സർ, ഞാനത് മെയിൽ ചെയ്യാം സർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. മോളെ, അമ്മ പറഞ്ഞ കാര്യം എന്താ തീരുമാനിച്ച? ആ ജോലിക്ക് പോണില്ലേ തുണിക്കടയിൽ പറഞ്ഞ്? അമ്മ, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം സംസാരിച്ചിട്ട് വന്നേ ഉള്ളൂ. നീ എത്ര ഇന്റർവ്യൂവിന് നീ പോയി, എന്നിട്ട് എന്തെങ്കിലും ആയോ? അന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടമ്മോ, അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാം? ഞാൻ പിന്നെ പഠിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് ഈ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അച്ഛൻ മരിച്ചിട്ട് വർഷം എത്രയായി. ഈ കഷ്ടപ്പാട് കഴിച്ച് നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എന്തിനു വേണ്ടിയിട്ടാ? നീ ഒരു താങ്ങും തണലും ആകുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അമ്മ, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കതെല്ലാം ഉറപ്പുമുണ്ട്. എനിക്ക് വെളിയിൽ പോയേ പറ്റൂ അമ്മ. അല്ലാതെ എനിക്ക് ഇങ്ങനെയുള്ള ജോലിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാനസികമായി തളരും. ഞാൻ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചെന്തിനാ? ഞാനൊന്നും പറയുന്നില്ല, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. മോളെ, പോയിട്ട് വാ. സൂക്ഷിച്ചു പോണേ, എന്നിട്ട് വിളിക്കണം. ചേച്ചി, നീ എവിടെ പോവാ? ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. നീ ഇങ്ങ് വന്നേ, നിന്നെ ഒന്ന് കാണാനിരിക്കല്ലേ. ഒരു കാര്യം പറയട്ടെ, ഇങ്ങ് വന്നേ. എന്താ ചേച്ചി പറയേച്ചി? എന്താ അവളുടെ ജോലിയുടെ കാര്യം? നമ്മൾ ഒരു വർഷമായില്ലേ അപേക്ഷ കൊടുത്തിട്ട്, എന്തെങ്കിലും തീരുമാനം അറിഞ്ഞോ? ചേച്ചി, ഞാനെ വിളിച്ച് സംസാരിച്ചാണ്. ഉടനെ ശരിയാവും, പേടിക്കണ്ട. അവളാണ് വിദേശത്തെ ജോലി ചെയ്യുള്ളൂ എന്ന് വാശിയിലിരിക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? നാട്ടിൽ ഒരു പണിയും ചെയ്യാൻ പറഞ്ഞ അവള് കേൾക്കൂല. ഞാൻ ഇന്നലെ കൂടി വിളിച്ച് സംസാരിച്ചോളൂ. നമ്മളുടെ കൊച്ചല്ലേ, ഞാനത് അങ്ങനെ ചെയ്യുമെന്ന് തോന്നണ്ട ചേച്ചിക്ക്? നിനക്കറിയാവല്ലോ ഈ വീട്ടിലെ അവസ്ഥ. ഇദ്ദേഹം മരിച്ച പിന്നെ ഇത്രയും വർഷമായിട്ട് എന്തോരം കഷ്ടപ്പെട്ടാ ഞാൻ അവളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ. എന്നിട്ട് ഇവളിങ്ങനെ തുടങ്ങിയെന്ന് ഞാൻ എന്നെ ചെയ്യാനാ? ചേച്ചി, ഞാൻ പോയിട്ട് വേറൊരു ദിവസം വരാം. അവളെന്തേ? നീ കേറുന്നില്ലേ? അതെ, ഒരാളെന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവളൊരു ഇന്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ പോയതാ. ഞാൻ വന്ന കാര്യമൊന്നും പറഞ്ഞു. ഞാനൊന്ന് ചെല്ലട്ടെ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. നീ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ശരി. ഇത് പറ്റി? മിണ്ടാണ്ടിരുന്ന് തലവേദന എടുത്തിട്ടിരിക്കും.
നീ എന്താ പറ്റിയെന്ന് കാര്യം പറ. നീ എന്താ പോന്നത്? ആ ജോലി ഒന്നും ശരിയാവില്ല മാ. ആ മാനേജർ ഭയങ്കര ടോർച്ചറും കാര്യങ്ങളൊക്കെ എന്നോണ്ട് പറ്റില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യണേ? ഗൾഫിൽ പോകാനൊരു അപേക്ഷ കൊടുത്തിട്ട് അതും ശരിയാകുന്നില്ല. നാട്ടിൽ എവിടെ പോയാലും നീ അവിടെ നിൽക്കണില്ല. നീ വല്ല ദോഷമാണോ? നമുക്ക് വല്ല ജോത്സ്യനും പോയി കണ്ടാലോ? അങ്ങനെ നോക്കാണ്ടേ? അല്ലാതെ നീ എന്ത് ചെയ്യാനാ? നീ പോയി ഡ്രസ്സൊക്കെ മാറ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. എന്നാ ചെന്നിട്ട് പറ. മാമ മോളെ ഞാൻ അങ്ങനെ വീട്ടിലോട്ട് വരുമെന്ന് വിചാരിച്ചിരിക്കണം. അമ്മനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റണില്ല. അയ്യോ എന്തുപറ്റി അമ്മ? ഒരു ഫോൺ വിളിച്ചിട്ട് എടുക്കണല്ലോ മോളെ. പൈസ പോയിന്നാ തോന്നുന്നത്. അയ്യോ ഞാൻ ആകെ ടെൻഷനിലേക്ക്. അങ്ങനെ പറഞ്ഞു ഇനി അമ്മ. അപ്പൊ ഇത് ശരിയാവില്ലേ ഇത്? പൈസയുടെ കാര്യം പേടിക്കണ്ട, മാമൻ തരുവാ കാശ്. എന്നാലും മാമ എൻ്റെ ഒരു ഇപ്പൊ എത്ര നാളെ അതിന്റെ പുറകെ നടക്കുന്നു? ഒരു വർഷമായില്ലേ? പിന്നെ എന്തുമാത്രം പ്രതീക്ഷയാണെന്നറിയാമോ? മോള് ടെൻഷൻ ആവാതെ, മാവൻ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. മോൻ സമാധാനത്തിൽ പോകുമ്പോ ചെല്ലേ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് അപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് വിദേശത്തേക്ക് പോകാമെന്നായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മാമൻ വഴി ഞാൻ ട്രാവൽ ഏജൻസിയിൽ കൊടുത്തത്. പക്ഷെ അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ അവരെന്നെ ചീറ്റ് ചെയ്തു. മാനസികമായിട്ട് ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഗ്രീഷ്മേ മോളെ, എന്തോ ചെടി? ആ ചേച്ചി, എന്ത് പറ്റിയടി? നിന്നെ ഞാൻ എന്തുമാത്രം വിളിച്ചു, നീ എന്ത് ഫോൺ എടുക്കാത്ത? ഇന്നലെ ഞാൻ അമ്മയെ കണ്ടപ്പോൾ നിന്റെ അമ്മയും പറയുന്നത് കേട്ടു നീ ഭയങ്കര വിഷമത്തിരിക്കുമോ മോളെ, നീ ഒന്ന് പോയി കാണുന്നു. എന്ത് പറ്റിയടാ? ചേച്ചിക്ക് എൻ്റെ കാര്യം അറിയാലോ. ഒരു കാര്യത്തിന് പോകുന്ന ശരിയാവണം ചേച്ചി. എനിക്ക് എത്ര ജോലിക്ക് പോയത്, അവിടെ ഒന്നും പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. അമ്മാവനാണെങ്കിൽ ട്രാവൽ ഏജൻസിക്ക് കൊടുത്തു കിടന്നു. ആ പൈസയും പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. നീ വിഷമിക്കാതെ. നമ്മുടെ സിന്ധു ചേച്ചിയെ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുന്നത് കേട്ടായിരുന്നു. പേരമംഗലം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തെ പറ്റി. ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് മാറിയത്. ഈ ആഴ്ച അവിടെ ഒരു പൂജയുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടും. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ അമ്മയെ കൂട്ടി ആ ക്ഷേത്രത്തിൽ ഒന്ന് പോകും. അവിടെ പോയിട്ട് നീ അവിടെ പോയി കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടും. നീ ചുമ്മാ ഇനി ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാവരോടും സംസാരിക്കാൻ എന്തും പറയുക ചെയ്യട്ടാ. എന്തെങ്കിലും ഒരു വഴി കണ്ടാലോ ചിലപ്പോൾ. അതെ.
നമസ്കാരം. നമ്മുടെ എന്തായിരുന്നു ആവശ്യം? ജോലി സംബന്ധമായിട്ടായിരുന്നു ആ സാർ. ഞാൻ പത്തനംതിട്ട കോന്നിന്ന് വരിക. എൻ്റെ പേര് ഗ്രീഷ്മ. ആ ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിച്ചത്. ആ ജോലിക്ക് വേണ്ടിയിട്ട് ട്രാവൽ ഏജൻസിയിൽ കൊടുത്തിരുന്നു. ആ. എൻ്റെ അമ്മാവൻ വഴിയാണ് കൊടുത്തത്. പക്ഷെ അവർ നമ്മൾ ചെക്ക് ചെയ്തു. ആ പിന്നെ എവിടെ പോയി നിന്നാലും പൂർത്തീകരിക്കില്ല ജോലിക്ക് പോയാൽ. ആ അതെ സാർ. ഞാൻ നിൽക്കാൻ പറ്റുന്നില്ല അവിടെയൊന്നും. കാരണം അതോടെ ഉദയരാശി ലക്ഷണത്തിൽ കാണിക്കുന്നുണ്ടേ. നമ്മൾ എവിടെ പോയാലും 1-2 മാസത്തെ പോലും നിൽക്കാൻ പറ്റില്ല. നിന്നാൽ തന്നെ പൈസ കിട്ടില്ല, പിന്നെ വഴക്കുണ്ടാക്കി പോരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ഒന്ന് പറഞ്ഞേ. എൻ്റെ 30/6/96 ആ ആണ്. ശരി. സമയം 3 മണിക്ക് പകല്. ചിത്തിര നക്ഷത്രമാണോ അല്ലേ? ആ അപ്പോൾ നമുക്ക് 37.5 വയസ്സ് വരെ ചിത്തിര തുലാക്കൂറാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രം 37 വയസ്സ് വരെ നമുക്ക് വ്യാഴദശയാണ്. അപ്പോൾ ദശാകാലം അനുകൂലമാണ്, വ്യാഴമാറ്റം മോശമാണ്. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദശാകാലം അനുകൂലം ഇപ്പോൾ വ്യാഴദശ നടക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിന് പാൽപ്പായസം ഭാഗ്യസൂക്തങ്ങൾ നടത്താം. പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ ശനിദശയുണ്ട്. ഇതിനേക്കാളും നല്ല കാലമാണ് കേട്ടോ. അപ്പോൾ കാലങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ നമുക്കിനി എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത ആ കാര്യങ്ങൾ രാശി വെച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ പേര് ഗ്രീഷ്മ, ചിത്തിര, വീട്ടുകാരെന്താ? ഈശ്വരവിലാസം. ഈശ്വരവിലാസം, സ്ഥലം പത്തനംതിട്ട കോന്നിയിലും. പോകുന്നു. അതൊന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. നമുക്ക് കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ അറിയുന്നുണ്ടോ? ഈ മന്ദിച്ച് തന്നെ ഇരിക്കുള്ളൂ എപ്പോഴും. കാരണം ഒരു മന്ദാവസ്ഥയാണ് ഇവിടെ കാണുന്നതേ. അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ചാലേ 100 ഇട്ട് 110 ചിലവാകുകയും ചെയ്യും. പൊടി എന്ന് പറയുന്ന ഒരു ആഭിചാര ദോഷം വന്നതിൻ്റെ ലക്ഷണമാണ്. വീട്ടിലാരും കൂടുതലും കിടന്ന് ഉറങ്ങണ ആരെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് ഉറങ്ങാറുണ്ട്. പിന്നെ കുളിക്കുമ്പോൾ കൂടുതൽ സമയം ഉപയോഗിക്കുമോ കുളിക്കാനായിട്ട്? വീട്ടിലെ അമ്മയും ഞാൻ ഒരേപോലെയൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ ഈ മുസ്ലിം ഉപദ്രവദോഷം വന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം അച്ഛനെന്താണ് ജോലി? അച്ഛൻ ഡ്രൈവർ. അപ്പം ഇങ്ങനെ ആള് വഴക്കോട്ടുന്ന പ്രകൃതം ഉണ്ടായിരുന്നോ? പുറമെ ചെറിയ തൊഴിലിൻ്റെ ഇടയ്ക്കൊക്കെ? അപ്പം അതിൻ്റെ അവിടെ നിന്ന് കിട്ടാൻ പണിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേ. അതുകൊണ്ടാണ് നമുക്ക് ആ പഠന കാലഘട്ടമൊക്കെ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോയത് കേട്ടോ. അപ്പം അതിൽ നിന്ന് വന്ന പ്രശ്നങ്ങളാണ്. അപ്പം അതിനൊക്കെ നമ്മൾ ആവാഹന പൂജയിൽ വരണ്ടല്ലോ. 7 ദിവസം വ്രതം എടുത്ത് 2 ദിവസം ആവാഹന പൂജയിലൊന്നും മാറ്റാൻ പറ്റുള്ളൂ. കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടോ? കുടുംബക്ഷേത്രം ഉണ്ട്. അത് അച്ഛൻ്റെ വഴിക്കാണോ? പോകാറൊക്കെ ഉണ്ടോ? പോകാറൊന്നുമില്ല. അങ്ങനെ വലിയ ദൈവവിശ്വാസിയൊന്നും അല്ല. അങ്ങനെ വിശ്വാസം കുറവാണ്. പക്ഷെ ഞാനിപ്പോ ഒരു ഷോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് സാറിന്റെ ഇവിടെ വന്നപ്പോ തന്നെ അതിനൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചു. അയ്യപ്പന് നെയ്യഭിഷേകം ചെയ്ത് ഇരുമുടിക്കിട്ട് കയറ്റിയപ്പോ തന്നെ ഡിപ്രഷൻ മൈൻഡിലൊക്കെ ഭയങ്കര മാറ്റം വന്നു. പിന്നെ പേജിലും കാര്യമൊന്നും കാണിക്കണില്ല, ഇവിടെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്കതൊക്കെ ചെയ്യണം, പ്രായച്ചിത്തമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ വീടിൻ്റെ വാസ്തുവും തെറ്റി കിടക്കുന്നത്, അതോടെ നാൾ വന്ന് നോക്കും. നോക്കിയിട്ട് പറയണ പോലെയൊക്കെ ചെയ്യണം. ഇപ്പം നമ്മുടെ ജാതകം നോക്കിയാലേ നമുക്ക് മറ്റേ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ജാതകമാണ്. ശനി നീചം ചെയ്യുന്ന ജാതകമാണ്. അത് ലണ്ടനോ അമേരിക്കയോ യൂറോപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നല്ല ലെവലിൽ സമ്പാദിക്കാൻ പറ്റിയ ജാതകമാണ്. അപ്പോൾ ഈ തടസ്സം ഉള്ളതുകൊണ്ടാണ്. ഈ തടസ്സം വെച്ചിട്ട് നിങ്ങൾ എവിടെ പോയാലും സമ്പാദിക്കാനും പറ്റില്ല. ഇതേപോലെ തന്നെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം ആവാനുഭൂതിയിൽ പങ്കെടുത്ത് മാറ്റുക. പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പ്രായച്ചിത്തം ചെയ്യാം, പ്രായച്ചിത്ത ബലി ചെയ്യാം. അതേപോലെ വീടിൻ്റെ വാസ്തു ഇടുന്നത് നോക്കിയിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ആവാനുഭൂതിയിലേക്ക് എത്താം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാധാരണ ആവാനുഭൂതി ചിലത് 27 മുതൽ 81 ദിവസം സമയം എടുക്കും നമുക്ക് റിസൾട്ട് ആവാൻ. അത് തന്നെ ചിലത് മറികടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ 27 ദേവതകളുണ്ട്, ഇഷ്ടംപോലെ വഴിപാടുണ്ട്. നമുക്ക് 100 ചിലവാക്കിയാൽ 10,000 തിരിച്ചു കിട്ടും. അല്ലാതെ പൈസ പോകുന്ന പേടിക്കണ്ട കേട്ടോ. ഈ ആളുകൾക്ക് വരുന്നതെന്ന് വെച്ചാലേ ആശുപത്രിയിൽ എത്ര വേണമെങ്കിലും ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കും. പക്ഷേ ഇങ്ങനെയുള്ള വഴിയിൽ ചിലവാക്കാൻ പറഞ്ഞാൽ വലിയ മടിയാണ്. അത് നമ്മുടെ സമൂഹം നൽകുന്ന ഒരു അറിവില്ലായ്മയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഗെയിമാണിത്, ശരിക്കും ഈശ്വരനായിട്ടൊരു ഗെയിമാണ്. ഈ ഗെയിമിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിദേശത്ത് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ വഴിപാട് ചെയ്താൽ നല്ല സ്പീഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആവാനുഭൂതിക്കുള്ള പൈസ അഡ്വാൻസ് അടയ്ക്കാം. ഡേറ്റ് ആകുമ്പോൾ ഇവിടെ നിന്ന് വിളിക്കും. അപ്പോൾ സമയത്ത് വന്ന് ചെയ്ത് മാറ്റാം. ഞാൻ പോയി ഗുരുനാഥനെ കണ്ടതിന് ശേഷം അവിടുത്തെ പൂജാകർമ്മവും കാര്യങ്ങളും പരിഹാര കർമ്മങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു.
നിശ്ചയിച്ചില്ല, രാവിലെ ദക്ഷിണ സമർപ്പിച്ചു അതെ, പൂജ ചെയ്താ. നമ്മൾ തന്നെയാണ് അതെല്ലാം ചെയ്യേണ്ടത് സാർ. അതെ, നിവേദ്യങ്ങൾ തന്നെയാണ് ഒരുക്കേണ്ടത് കേട്ടോ. ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ച് നിവേദ്യം ഉണ്ടാക്കിയാലും അതിൻ്റെ ഗുണം കിട്ടും കേട്ടോ. നല്ല റിസൾട്ടാണ്, നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്. എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ വന്നത്. അതെ, ആ തിരുമേനിയെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ആ എന്ത് മനസ്സിൽ പ്രാർത്ഥിച്ചാലും ഇവിടെ നടത്തി തരും കേട്ടോ ഭഗവാൻ. ഭഗവാനോട് പ്രാർത്ഥനയാണ് മെയിൻ കേട്ടോ. നല്ല ഭക്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം ജനുവിനായിട്ടുള്ള കാര്യമാണെങ്കിൽ നടത്തി തരും ഭഗവാൻ കേട്ടോ. തന്ത്രി പറഞ്ഞ പ്രകാരം ഞാൻ അവിടുത്തെ പൂജകളൊക്കെ ചെയ്തു. അതിനുശേഷം എൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറി. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ അടുത്ത മാസം ക്യാമ്പിൽ പോവാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പേരമംഗലത്തെ നാഗരാജ ക്ഷേത്രത്തിൽ വരിക, അവിടുത്തെ ഗുരുനാഥനെ കാണുക. എൻ്റെ ജീവൻ സാക്ഷിയാണ്.